ജിൻസ് കൂടി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. ജിൻസ് ഇപ്പോൾ നിൽക്കുന്ന മേഖല ഏതാണ്? അവിടുത്തെ ഒരു തിരച്ചിൽ അത് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഇതാ നിലവിൽ ഞാൻ നിൽക്കുന്നത് ഈ മുണ്ടക്കൈ മേഖലയിലാണ്. ഈ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ 7ാം ദിവസവും തുടരുകയാണ്. രാവിലെ 6 മണി മുതൽ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സന്നാഹങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. വനാതിർത്തിയിൽ പങ്കിടുന്ന മേഖലയിൽ തിരച്ചിലിനായി വനം വകുപ്പ് കൂടുതൽ പേരെ വിന്യസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തമിഴ്നാട് അഗ്നിരക്ഷാ സേനയുടെ 5 ഡോഗ് സ്ക്വാഡുകളെയും ഈ തിരച്ചിലിന് നിയമിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 സോണുകൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഈ പ്രധാനമായും തിരച്ചിൽ പുരോഗമിക്കുന്നത്. പുഞ്ചിരിമട്ടം, അതുപോലെ തന്നെ മുണ്ടക്കൈ, ചൂരൽമല, വില്ലേജ് ഏരിയ, അതിനുശേഷം ഈ പുഴയുടെ താഴഭാഗം എന്നിവിടങ്ങളിലാണ് കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലവിൽ തിരച്ചിൽ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഹ്യൂമൻ റൈറ്റ്സ് റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും നിലവിൽ ഇവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഇന്നത്തെ പരിശോധനയിലൊന്നും തന്നെ മൃതദേഹങ്ങൾ ഇന്നലെ മാത്രം ഏകദേശം 2 മൃതദേഹങ്ങളും 8ഓളം ശരീരഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് കഴിഞ്ഞ ദിവസത്തെ തിരച്ചിലിൽ മാത്രം ഈ പരപ്പൻപാറയിൽ നിന്നായിരുന്നു, നിലമ്പൂരിൽ നിന്നുമായിരുന്നു 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അതുപോലെ തന്നെ ആ ഭാഗത്ത് വെച്ച് തന്നെയായിരുന്നു ശരീരഭാഗങ്ങളും തിരിച്ചറിഞ്ഞത്. ഈ തിരിച്ചറിഞ്ഞ 8 മൃതദേഹങ്ങൾ ഇന്നലെ പുത്തുമലയിൽ സംസ്കരിക്കുകയുണ്ടായി. ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതശരീരങ്ങളും അതുപോലെ തന്നെ ശരീരഭാഗങ്ങളും തിരിച്ചറിയാനുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഈ ബന്ധുക്കളുടെ രക്തസാമ്പിൾ ശേഖരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. മേഖലയിൽ 6 മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വിവിധ സേനകളും സന്നദ്ധ പ്രവർത്തകരും വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തുന്നത്. ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. 1700 വോളണ്ടിയർമാരും അതുപോലെ തന്നെ 188 ടീമുകളുമായിട്ടാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ നിലവിൽ പങ്കാളികളാവുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് ഈ ദുരന്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കടക്കം പ്രത്യേകമായിട്ടുള്ള SSLC +2 സർട്ടിഫിക്കറ്റുകൾ വീണ്ടെടുക്കാനുള്ള പ്രത്യേക സൗകര്യവും ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ 6 മേഖല എന്ന് പറയുന്നത് അട്ടമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, വെള്ളാർമല, അതുപോലെ തന്നെ വെള്ളാർമല സ്കൂളിന്റെ ഭാഗവും ഈ പുഴയുടെ അടിവാരം എന്നീ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യന്ത്രോപകരണങ്ങളും അതുപോലെ തന്നെ അത്യാധുനിക സെൻസറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ വ്യാപകമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ സൂചിപ്പാറയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹം ഹെലികോപ്റ്ററിലായിരുന്നു എത്തിച്ചിരുന്നത്. പുഞ്ചിരിമട്ടത്ത് റോഡുകളടക്കം ശുചീകരിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇവിടെ സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടത്തുന്നത്. പക്ഷേ ഈ ശരീരഭാഗങ്ങളൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മുണ്ടക്കൈയിൽ സിഗ്നൽ കിട്ടിയെങ്കിലും ഇവിടെയൊന്നും കണ്ടെത്താനായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഈ സ്കൂൾ കെട്ടിടത്തിന്റെ ഭാഗത്തും ഈ പുഴയുടെ വശങ്ങളിലും സ്കൂളിന്റെ മുകൾ ഭാഗത്തുമെല്ലാം തന്നെ തിരച്ചിൽ പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. ഈ ചൂരൽമല പ്രദേശത്ത് 8 ഹിറ്റാച്ചികൾ ഉപയോഗിച്ചാണ് ഈ തകർന്ന വീടുകളും അതുപോലെ തന്നെ വലിയ പാറകളും നീക്കം ചെയ്തുകൊണ്ട് തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഈ ബെയിലി പാലവും അരികോട് ചേർന്നുള്ള ഭാഗവും വില്ലേജ് ഏരിയയൊക്കെ റോഡൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ മേഖലയിലും തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും നടത്തുന്നുണ്ട്. ഈ പുഴയുടെ അടിഭാഗങ്ങളിലും തിരച്ചിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഭാഗത്തും വിവിധ സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഈ ഉരുൾപൊട്ടൽ തലേ ദിവസം മുണ്ടക്കൈ ഭാഗത്ത് കുടുങ്ങിയ KSRTC ഉൾപ്പെടെ ഇന്നലെ ബെയിലി പാലത്തിലൂടെ തിരികെ ചൂരൽമലയിൽ എത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ നിലവിലെ സാഹചര്യം അനുസരിച്ച് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 120 അംഗങ്ങളും വനംവകുപ്പിൽ നിന്നും 40ഉം അതുപോലെ തന്നെ സിവിൽ ഡിഫൻസ് ഉൾപ്പെടെ ഫയർഫോഴ്സിൽ നിന്ന് 550ഉം പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൽ നിന്നും 50ഉം അങ്ങനെ മിലിറ്ററി സംഘം ഉൾപ്പെടെയുള്ളവരാണ് നിലവിൽ ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഇങ്ങനെ ടോട്ടൽ 1301 പേരാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരള പോലീസിന്റെ K9 സ്ക്വാഡിൽപ്പെട്ട ഒരു നായയും ഈ കരസേനയുടെ K9 സ്ക്വാഡിൽപ്പെട്ട 3 നായകളും തമിഴ്നാട് സ്ക്വാഡിൽപ്പെട്ട 5 നായകളും ഈ ദൗത്യത്തിൽ പങ്കുചേരുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് ഊർജിതമായ നീക്കം തന്നെയാണ് നടക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ തുടരുന്നത് എന്ന് തന്നെ വേണം പറയാൻ. റവന്യൂ മന്ത്രി K രാജൻ, അതുപോലെ തന്നെ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്, വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ്, അതുപോലെ തന്നെ പട്ടികജാതി പട്ടിക വർഗ വികസന വകുപ്പ് മന്ത്രി OR കേളു തുടങ്ങിയ എല്ലാവരും തന്നെ ഈ ക്യാമ്പുകളിൽ നിലവിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലെ ഈ ദുരിത ബാധിത മേഖലകളെല്ലാം സന്ദർശിച്ച് നിലവിലെ ഇവരുടെ സാന്നിധ്യം അനുസരിച്ചാണ് ഈ മേഖലകളിലും അതുപോലെ തന്നെ
നടക്കുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ ദുരന്ത ബാധിത പ്രദേശത്തെ തിരച്ചിലിലെ തുടർ നടപടികൾ സംബന്ധിച്ച് വിവിധ സേനകളുടെ യോഗവും കളക്ടറേറ്റിൽ നടന്നിരുന്നു. നിലവിലെ സാഹചര്യം അനുസരിച്ച് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ ബെയിലി പാലം കടന്ന് ചൂരൽമലയിലേക്കും മുണ്ടക്കയിലേക്കും പോകാനുള്ള പ്രവേശനവും നിയന്ത്രിച്ചിട്ടുണ്ട്. അനാവശ്യമായി നിരവധി ആളുകൾ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം റിയാസ് മന്ത്രി പറഞ്ഞിരുന്നു, ഡിസാസ്റ്റർ ടൂറിസം അല്ല, ഇത് രക്ഷാപ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ദുരന്തം കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ജില്ലയ്ക്ക് പുറത്തും ജില്ലയ്ക്കകത്തുമായി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൃത്യമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് ഈ മേഖലയിലേക്കെല്ലാം കടത്തിവിടുന്നത്. കൂടുതൽ ആളുകൾ വരുന്നതും തിരച്ചിലിനും സന്നദ്ധ പ്രവർത്തനത്തിനും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ മുണ്ടക്കയിലും ചൂരൽമലയിലും രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഭക്ഷണം ലഭിച്ചിട്ടില്ല എന്ന് ഒരു പ്രചരണം ഉണ്ടായിരുന്നു. കൃത്യമായി തന്നെ ഓരോ ദിവസവും ആവശ്യമായ ഭക്ഷണം കൃത്യമായി എത്തിച്ചു നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മന്ത്രി അല്പസമയം മുൻപ് പറഞ്ഞത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.